ഓൾജിൻസ് കോക്ക് ആഭ്യന്തര കുറ്റവാളി. റൈറ്റർ ഡയറക്ടർ സേതുനാഥ് പത്മകുമാർ, പ്രൊഡ്യൂസർ നൈസാം സലാം. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഒരു കൂട്ടം ആളുകളാണ്. ബിജിപാൽ, രാഹുൽ രാജ്, മോഥോ, ക്രിസ്റ്റി ജോബി. ഇത്ര ആളുകൾ ചെയ്തിട്ടും ഇതിലെ പാട്ടുകളുടെ കാര്യമൊന്നും പറയാത്തായിരിക്കും നല്ലത്. കൂടാതെ ഇതിൻ്റെ ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് BGM ചെയ്തിരിക്കുന്നത് രാഹുൽ രാജാണ്. ഇത്രയും പഴകിയ BGM എത്ര സിനിമകൾ, ഒന്നാമത് ഇത് സീരിയലാണ് സാധനം, അപ്പോൾ സീരിയലിന് പറ്റിയ സ്കോറാണ് ചെയ്തിരിക്കുന്നത്. എന്നാലും എത്ര പഴകിയ, അതായത് പഴകിയ ഫുഡൊക്കെ പിടിച്ചെടുക്കൂലേ, അപ്പോൾ ഇത്രയും പഴകിയ BGM പിടിച്ചെടുക്കണം. ഇതിൻ്റെ CD വല്ലതും കൊണ്ടേ നശിപ്പിച്ച് തരണം. അത്രയും കാലം ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് സിനിമകളിൽ. DOP അജയ് ഡേവിഡ് കശിപ്പള്ളി. നൈറ്റ് ഷോട്ടിലൊക്കെ സാധാരണ ഉള്ള അത്ര ചുവന്ന വെളിച്ചം ഈ സിനിമയിൽ കണ്ടിട്ടില്ല. സോബിൻ സോമനാണ് എഡിറ്റർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പരിപാടി. കുറേ സീരിയലൊക്കെ നിങ്ങൾ കേട്ട് കാണും, പഴയ സിനിമകളൊക്കെ കേട്ട് കാണും. മൊത്തത്തിൽ സിനിമ തുടങ്ങിയപ്പോഴേ ഒന്നുകിൽ ഇതൊരു സീരിയൽ അല്ലെങ്കിൽ പഴയകാല ഓൾഡ് സ്കൂൾ സിനിമ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പരിപാടിയായിരുന്നു. ആസിഫാണ് കഥാനായകൻ. നായകൻ്റെ പേര് സഹദേവൻ. സഹദേവൻ്റെ ഇൻട്രോ, അതായത് ആസിഫിൻ്റെ ഇൻട്രോ, ചോദ്യ ഇൻട്രോ. ആസിഫ് ഇങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ട് ഇങ്ങനെ കല്യാണച്ചക്കനാ അങ്ങനെ കാണിച്ചുകൊണ്ടുള്ള ഒരു ഇൻട്രോ ഒക്കെ. പിന്നെ ഉടനടി തന്നെ നമ്മുടെ അസീസ്, എക്സ് മിമിക്രി ആർട്ടിസ്റ്റ് അസീസ്, പുള്ളി ഒരു സംഖ്യയായിട്ട്, പുള്ളിക്ക് ദേശവാസി സോഡ എന്ന് പറഞ്ഞൊരു സോഡ കമ്പനിയൊക്കെ ഉണ്ട്. അവിടെ പുള്ളിനെ സ്വന്തമായിട്ട് ലാബ് പോലെയൊക്കെ സോഡ. ഭൂലോക വെളിച്ച കോമഡിയിലാണ്. അസീസിനെ എടുത്താൽ ഇദ്ദേഹം ഫ്രീ. ആനന്ദ് മന്മഥൻ, രണ്ടുപേരെ കാണാൻ ഏകദേശം ഒരു ബ്രദേഴ്സിനെ പോലെ. അവർ രണ്ടുപേരും ചേർന്നിട്ടുള്ള കുറേ കോമഡികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പഴകിയ, നേരത്തെ ഈ സ്കോറിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ പഴകിയിട്ടുള്ള കോമഡി സിറ്റുവേഷൻസ്, ഡയലോഗ്സ്, സീൻസ്, പിന്നെ ഇവരുടെ പെർഫോമൻസും. ചില സമയത്ത് ഇവർ ഞരമ്പന്മാരാണോ എന്ന് വരെ തോന്നിപ്പോവും ഇവരുടെ ക്യാരക്ടേഴ്സ്. അതുപോലത്തെ പരിപാടി ചെയ്തു വെച്ചിരിക്കുന്ന അസീസും ആനന്ദ് മന്മഥനും. ആനന്ദ് മന്മഥൻ്റെ ക്യാരക്ടർ ഒരു ആംബുലൻസ് ഡ്രൈവറാണ്. അപ്പോൾ ഈ ആംബുലൻസ് ഡ്രൈവർ പണ്ട് സുരാജൊക്കെ ചെയ്ത പോലത്തെ സാധനമല്ലേ, ഫയർഫോഴ്സ് ഡ്രൈവർ എന്ന് പറയുമ്പം അങ്ങനെ കുറച്ച് കോമഡി ഉണ്ടാവുമല്ലോ. അതായത് ആസിഫ് ഒരു കടയിൽ നിന്ന് എന്തോ ചായ കുടിക്കുമോ എന്തോ ചെയ്യുന്ന സമയത്ത് ആംബുലൻസിൽ വന്നിട്ട് ആനന്ദ് മന്മഥ ആംബുലൻസിൽ വന്നിട്ട് ആസിഫിനോട് കഥ പറയാം. അപ്പോൾ ഈടാ നീ എവിടെ പോകുന്നു? അപ്പോൾ അതിനകത്ത് പേഷ്യൻ്റ് ഉണ്ട്, ചവാറായ ഒരു കിളവൻ അതിനകത്ത് കിടപ്പുണ്ട്. എന്നിട്ട് പുള്ളി കഥ പറയാം. അതാ കോമഡി, മനസ്സിലായില്ലേ? എങ്ങനത്തെ കോമഡിയാണ്. പിന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ SHO ആയിട്ട് ജോജി മുണ്ടക്കയം, പുള്ളി അറിയാലോ, ജോജി സിനിമയിൽ നിന്ത്രണം എന്നെ നോക്കി പിടിപ്പിക്കണം എന്ന് ഫാദറിനോട് ചോദിക്കുന്നില്ലേ പുള്ളി. ഈ SHOൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആസിഫിൻ്റെ കുട്ടമ്പ കഥ ഇരുന്ന് കേൾക്കുക, വേറെ പണിയൊന്നുമില്ല. ഈ നാട്ടിലെ ഒരു സ്റ്റേഷൻ ഹെഡിൻ്റെ പണിയാണത്. ഏതോ ഒരു ഊച്ചാളീൻ്റെ കഥയും കേട്ടോണ്ടിരിക്കുക. എത്ര സമയം കഥ കേൾക്കുക ഇരുന്നിട്ട്. അയ്യോ, സീരിയൽ പോലും നാണിച്ചു പോയേ. കുറേ പോലീസുകാരും വനിതാ പോലീസെല്ലാം വന്ന് കഥ കേൾക്കാൻ വരുന്നുണ്ട്, അവരെ ഓടിച്ചു വിടും. അതിനിടയ്ക്ക് അവിടെ ഒരു പാസ്റ്റർ അയ്യോ സാറേ ഒന്ന് കാണണേ, ഒന്ന് സാറെ കാണാവോ, സാറേ ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ കോമഡി. ഇങ്ങനെയുള്ള പരിപാടികൾ എൻ്റെ പൊന്നെ. ജീവനായി സ്വന്തമായി മഹിള, ഇങ്ങനെ ഉള്ള ഓരോ പാട്ടുകൾ ഇടയ്ക്ക് വരും. അതിനിടയ്ക്ക് ഇത്രയും ഒരു വളിച്ച കോമഡി, അതായത് കുറേ വർഷങ്ങൾ മുൻപ്, ഒരു 10-15 വർഷം മുമ്പൊക്കെ ഇറങ്ങിയ കോമഡിയാണ്. ഈ ശശി എന്ന പേരുള്ള ആളെ കളിയാക്കുക, സോമൻ എന്ന് പറഞ്ഞ പേരുള്ള ആളെ കളിയാക്കുക. അപ്പോൾ ഇതിലേതൊരു വക്കീലിൻ്റെ പേരാണ് ശശി K സോമൻ. ഇതിൻ്റെ എഡിറ്റർ പേര് തന്നെ സോമൻ എന്നാണ്. എന്നിട്ടാണ് ഈ അപരാധം എഴുതി വെച്ചേക്കുന്നത്, മനസ്സിലായില്ലേ? എന്നിട്ട് ശശി K സോമൻ വക്കീലിൻ്റെ പേര്. അപ്പോൾ അത് കോമഡിയാണല്ലോ. ശശി സോമനും കൂടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കോമഡിയായി മാറിക്കഴിഞ്ഞു. പിന്നെ പഴന്ത് നിന്ന കോമഡി. അതുപോലെ തന്നെ ഇതിൽ ബാലേന്ദ്ര ചുള്ളിക്കാടൊക്കെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ട് ആസിഫിൻ്റെ. എന്നിട്ട് ബാലേന്ദ്ര ചുള്ളിക്കാട് പത്മം തൈര് ഉറയൊഴിക്കണ്ടേ പത്മം, അതായത് തൈര് ഉറയൊഴിക്കുക. ഇതാണ് ബാലേന്ദ്ര ചുള്ളിക്കാടിൻ്റെ ഏറ്റവും വലിയ പ്രയാസമായി സിനിമയിലുള്ള. ഭയങ്കര ക്രൈസിസും കോൺഫ്ലിക്റ്റുകളുള്ള സിനിമയാണ്. തൈര് വേണം, പാല് ഉറയൊഴിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നടക്കുന്ന പരിപാടികൾ. പിന്നെ കോണ്ടം കോമഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, ഈ തൈര് ഉറയൊഴിക്കുക, കോണ്ടം, ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള കോമഡികളാണ്. പിന്നെ ആസിഫിൻ്റെ കല്യാണമാണല്ലോ കഥ. ഈ ആഭ്യന്തര കുറ്റവാളി, ഈ സിനിമ എന്ന് പറയുന്നത് തന്നെ ഇത്രയും ഉപരിപ്ലവമായിട്ടുള്ള
ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പോലും നിലവാരമില്ലാത്ത, ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വാളിടുന്ന പോസ്റ്റല്ല, ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, ട്രോൾ ഫെമിനിസ്റ്റ്, അതുപോലെ തന്നെ ഈ പുരുഷന്മാരെ ഗ്രൂപ്പ്, ഇങ്ങനത്തെ ചില സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ വരുന്ന ഒരു പോസ്റ്റ് എടുത്തിട്ട് സിനിമയാക്കി എങ്ങനെ ഉണ്ടാവും? അതായത് എന്തിനാണ് നിയമം, സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ഇത്രയും സംരക്ഷണം നൽകുന്ന രീതിയിൽ ഇന്ത്യയിൽ നിയമം എഴുതി വെച്ചു? ഇതൊരു പാട്രിയാർക്കിക്കൽ കൺട്രിയാണെന്നും ഇവിടെ സ്ത്രീകൾ വർഷങ്ങളായിട്ട് ഒപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ജെൻഡറാണെന്നും അതുകൊണ്ട് തന്നെ നിയമം അത്രയും അവരെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അത്രയും സപ്പോർട്ട് അവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ വളരെ മോശമായിരിക്കും അവരുടെ അവസ്ഥ. ഇത് മനസ്സിലാക്കണേ കുറച്ച് ബുദ്ധി വേണം. അതായത് ഇവിടെ റിസർവേഷൻ വേണ്ടെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ വളരെ ഉപരിപ്ലവമായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണാം സൂപ്പർഫിഷ്യലായിട്ട്. എന്നിട്ട് സിനിമ ഉണ്ടാക്കി എഴുതുക, പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് പുരുഷന്മാരെ തന്നെ നാണം കെടുത്തുക. ഇതിലുള്ള സകല സ്ത്രീകളും ദുഷ്ടരാണ്, എല്ലാം ദുഷ്ടത്തികൾ. അതായത് ഈ സിനിമ കണ്ട വിചാരിക്കുന്ന നാട്ടിൽ ആണുങ്ങൾ മാത്രം നന്മ, സ്ത്രീകൾ മൊത്തം മോശക്കാർ. ഓക്കെ, ഏത് ജെൻഡർ എടുത്തു കഴിഞ്ഞാലും അതിൽ നല്ല ആളുകളും മോശം ആളുകളും ഉണ്ടാവും. അതങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത പ്രശ്നമില്ല. ആണുങ്ങളൊക്കെ നന്മ, ആസിഫ് അലി മട്ടൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുന്നു, ലേസ് വാങ്ങിച്ചു കൊടുക്കുന്നു, ഭയങ്കര നന്മ ഒഴുക്കുക. എന്നിട്ടോ സ്ത്രീധനത്തെക്കുറിച്ച് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. ഇതിൽ ഇവരുടെ വാലിഡ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീധനം എന്തിനാ കൊടുക്കുന്നുണ്ടല്ലേ വാങ്ങുന്നേ? മനസ്സിലായോ? ഇത് തന്നാലും വേണ്ടാന്ന് പറയുന്ന എത്ര ആളുകളുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇത് വലിയൊരു വളരെ ലേയേഴ്സ് ഉള്ള ഒരു സബ്ജക്റ്റാണ്. അത് ഇത്രയും വളരെ മോശം റൈറ്റിങ്, അതായത് ഗൂഗിൾ ട്രാൻസ്ലേഷനൊക്കെ ഉപയോഗിച്ചിട്ട് ഓരോ ഡയലോഗ്സ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇത് തോന്നുന്നത്. അതായത് ഇന്ത്യൻ നിയമ സംഹിത എന്നെല്ലാം പറഞ്ഞിട്ട് പീനൽ കോഡ് മറ്റേ സാധനം കുറേ ഇങ്ങനെ വായിക്കുക. വിജയകുമാറൊക്കെ ഉണ്ട് ഇതിനകത്ത്, നമ്മളെ പണ്ട് സ്ഥിരമായിട്ട് ചതിനായിട്ട് അഭിനയിക്കുന്ന പുള്ളി കണ്ട് ഇതിനകത്ത് ഇങ്ങനെ വായിക്കുക, പീനൽ കോഡ് മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഒരു സിനിമയെ ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത് പുരുഷന്മാരും നാട്ടിൽ പീഡനം അനുഭവിക്കുന്നുണ്ട് സ്ത്രീകളുടെ അടുത്തുനിന്ന് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമം ശരിയില്ലെന്നൊക്കെ പറയുന്നത് എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത്രയും നിയമം സംരക്ഷണം നൽകിയിട്ടും നാട്ടിൽ ഡെയിലി നടക്കുന്ന ഓരോ ഡൊമസ്റ്റിക് വയലൻസും ഓരോ വീട്ടിൽ നടക്കുന്നത് സ്ത്രീധനത്തിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ പേരിൽ, കുടുംബ മഹിമേൻ്റെ പേരിൽ, മനസ്സിലായില്ലേ, ജാതിയുടെ പേരിൽ, ഇങ്ങനെ എല്ലാം കൊണ്ട് എഡ്യൂക്കേഷൻ്റെ പേരിൽ, ഇങ്ങനെ പല പ്രശ്നങ്ങൾ സ്ത്രീകൾ നാട്ടിൽ അനുഭവിക്കുന്നുണ്ട് ഓരോ കുടുംബത്തിനകത്തും. അത് അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം സ്ത്രീകളെല്ലാം കുഴപ്പക്കാരാണെന്നും പുരുഷന്മാരും പീഡനം അനുഭവിക്കുന്നുണ്ടെന്നും സ്ത്രീകളെല്ലാം കള്ളികളാണെന്നും സങ്കുചിത ചിന്താഗതിക്കാരാണെന്നും സെൽഫിഷ് ആണെന്നൊക്കെ കാണിക്കുന്ന തരത്തിൽ അത് ഓക്കെ, ഇതിലെ കഥാപാത്രം അങ്ങനെയായിരിക്കാം എഴുതി വെച്ചത്, അങ്ങനെ കഥാപാത്രം ഉണ്ടായിരിക്കാം. പക്ഷെ അതൊരു ലാർജർ സൊസൈറ്റിയെ ഒബ്ജക്റ്റീവ്ലി അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലൊക്കെ സിനിമ എടുത്ത് വെക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ വിവരക്കേട് പോരാ. ഇനിയുണ്ട് കോമഡീസ്. ഒരു കോമഡി ചുക്കാമണി കോമഡി, അതായത് കുട്ടിക്കാലത്ത് ന്യൂഡായിട്ടാണല്ലോ പിള്ളേരുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്, പ്രത്യേകിച്ചും പണ്ട്. അപ്പോൾ ചുക്കാമണി കാണില്ലോ. അപ്പോൾ അതെല്ലാവരും ഇങ്ങനെ നോക്കുക കല്യാണ വീട്ടിൽ നിന്ന്. അയ്യോ ആസിഫിൻ്റെ കുട്ടിക്കാല, ഈ കഥാപാത്രത്തിന് സഹദേവിൻ്റെ ചുക്കാമണി, എല്ലാവരും ചിരിക്കുക. എന്തൊരു കോമഡിയാണേ. പിന്നെ ബ്രില്യൻസ് ഒക്കെ ഉണ്ട്. കല്യാണം കഴിഞ്ഞ ഉടനെ ഒരു വലിയ ബാഗിൽ നിറച്ചും മുരിങ്ങക്കായ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ മുരിങ്ങക്കായിൻ്റെ ഒരു സിംബോളിസ് അറിയാമല്ലോ, മുരിങ്ങക്കായി ആയിട്ട് വരിക നായകൻ. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. പിന്നെ ഒരു നേഴ്സ് വന്നിട്ട് പറയുകയാണെ ട്രിപ്പ് ഇട്ടെന്ന്. എന്ത് ട്രിപ്പ്? എങ്ങോട്ട് ട്രിപ്പ് ഇട്ട്? ഗോവയ്ക്കാ ട്രിപ്പ് ഇട്ട് പോലും. ഓരോന്നും പറയും. ഇത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സംസാരമില്ലേ, ട്രിപ്പ് ഇട്ട് പോലും. പിന്നെ ഇതൊരു പോസ്റ്റ്മാൻ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വെറുപ്പിക്കും. ഒരു മൊണ്ണ കഥാപാത്രം. പിന്നെ ആ കഥാപാത്രത്തിൻ്റെ റിലവൻസ് എന്താ പോലും മനസ്സിലായിട്ടില്ല. പിന്നെ അതുകൂടാതെ ജോഡി പൂഞ്ഞാറൊക്കെ ഉണ്ട്, വിപിൻ പെരുമ്പള്ളി ഉണ്ട്, DQൻ്റെ മാനേജർ, അങ്ങനെ കുറേ ക്യാമിയോസ് ഉണ്ട്. പിന്നെ ഇതിലൊരു ഗംഭീര കോമഡിയാണ്. അസീസ് ചോദിക്കും, മറ്റേ ദേശവാസി സോഡേൻ്റെ ആൾ ചോദിക്കും, ഉമ്മ വെക്കണത് ഇഷ്ടമാണോന്ന്. ആരോട്? ആസിഫിനോട്. എന്നിട്ട് കോമഡി, സലാമിൻ്റെ ഉമ്മ വെക്കണ ബിരിയാണി ഇഷ്ടമാണോ? ചാർലി ചാപ്ലിൻ റെഫറൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് മഴയത്ത് നടക്കാനും ഇഷ്ടം, കാരണം എൻ്റെ കണ്ണീരാരും കാണില്ല എന്നൊക്കെ പറയുന്ന റെഫറൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ 2 നായികമാരാണ്, തുളസി ഹരിദാസും ശ്രേയ രുക്മിണി. തുളസി ഹരിദാസാണ് ഇതിൽ ആസിഫിൻ്റെ വൈഫായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അഭിനയൊന്നും കുഴപ്പമില്ല, ആ ക്യാരക്ടർ എങ്ങനെയാണ്. മറ്റേ നടിയും കൊള്ളാം, ശ്രേയ രുക്മിണി. അവർ വക്കീലായിട്ടാണ്. പക്ഷേ എല്ലാം ദുഷ്ടകൾ. കാരണം സ്ത്രീകളാണല്ലോ, അപ്പം ദുഷ്ടകളാണല്ലോ. എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. പിന്നെ ഹരിശ്രീ അശോകൻ, പുള്ളിയുടെ ഗെറ്റപ്പും, പുള്ളി സാധാരണ കാണുന്ന താടി വെച്ചുള്ള ഗെറ്റപ്പൊന്നുമല്ല, ഗെറ്റപ്പും പുള്ളിയുടെ ആ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ സെറ്റാണ്. പക്ഷേ ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭൂലോക നാടക ക്യാരക്ടർ, നാടകം സീരിയൽ ക്യാരക്ടർ, അതുപോലത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സെൻറ്റിമെൻറ്റ്സ്. അയ്യോ അദ്ദേഹത്തിന് മട്ടൻ ബിരിയാണി കഴിക്കണം, എന്നിട്ട് എന്തൊക്കെയോ അസഹനീയമായിട്ടുള്ള ഒരു എപ്പിസോഡ് ഹരിശ്രീ അശോകൻ്റെ. എല്ലാവരും കൈമലർത്തിയ ജനിക്കുന്ന, എല്ലാവരും കൈമലർത്തിയ മരിക്കുന്ന എന്ന് പറയുന്നുണ്ട് ഹരിശ്രീ അശോകൻ്റെ കഥാപാത്രം.
അതിനുശേഷം വേറൊരു എപ്പിസോഡ് സിദ്ധാർത്ഥ് ഭരതൻ്റെ. അയ്യോ സിദ്ധാർത്ഥ് ഭരതന് വയ്യേ. എല്ലാ സിനിമയിലും ഇതേപോലത്തെ എന്തോ അദ്ദേഹത്തിന് ഒരു ഡിവോഴ്സി ആയിട്ടുള്ള ഒരു പരിപാടി. ഇത് പിന്നെ ഫാമിലി കോർട്ട് ഡ്രാമ അതാണ്. സിദ്ധാർത്ഥ് ഭരതൻ എന്തൊക്കെയോ ഡ്രാമ നാടക പരിപാടിയിൽ കരച്ചിലും പിഴിച്ചിലും കുട്ടിയും അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ ആയിട്ടുള്ള സത്യം പറഞ്ഞാൽ ഈ സീരിയലില്ലേ, സീരിയലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ദൂരെ നിന്ന് കേട്ടാൽ തന്നെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും, ഭയങ്കര ഇറിറ്റേഷൻ. അപ്പം അങ്ങനെ ഒരു സാധനം, അതാണ് ഞാൻ പറയുന്നത്, ഇതൊരു തടവിൽ പെട്ട പോലെ ഈ സിനിമയ്ക്ക് കയറിയിട്ടേ. അതാണ് പറയുക, ഒരു തടവറ, ഒരു കഠിന തടവ്. അതായിരുന്നു ഈ മറ്റേ ആഭ്യന്തര കുറ്റവാളി കണ്ടപ്പോഴുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്. ജഗദീഷ് കൊള്ളാം. ജഗദീഷ് ഇതിൽ അഡ്വക്കേറ്റ് ആയിട്ടാണ്. പുള്ളി ഒരു ഹൈലി പെയ്ഡ് അഡ്വക്കേറ്റ് ആയിട്ട്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹം ഡയലോഗ് ഡെലിവറിയും ആ ഓവേർട്ട് അപ്പിയറൻസും അദ്ദേഹത്തിന് ഇത് കാണാനുള്ള കറക്റ്റ് നമ്മൾ അങ്ങനത്തെ ഒരു വക്കീലില്ലേ, കറക്റ്റ് ശരിയായ വക്കീൽ ജഗദീഷ് ചെയ്ത ക്യാരക്ടർ. കഥയിലത് ജീവിതം കോമഡിയുണ്ട്, ബെസ്റ്റി കോമഡിയുണ്ട്, സഹദേവനർത്ഥം. പിന്നെ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ഒക്കെ ഉണ്ട്. കാരണം പുരുഷന്മാരെ നോക്കണമല്ലോ, തിയേറ്ററിൽ വന്ന പുരുഷന്മാരെ ഇടയ്ക്കിടയ്ക്ക് നോക്കും ആസിഫ്. അതാണ് ഫോർത്ത് വാൾ ബ്രേക്കിംഗ്. ലാസ്റ്റ് പുരുഷപ്പാട്ടൊക്കെ ഉണ്ട്. അങ്ങനെ പുരുഷന്മാർക്ക് വേണ്ടി എടുത്തിട്ടുള്ള ഒരു സിനിമ ആഭ്യന്തര കുറ്റവാളി.